ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ A4-ൻ്റെ 5 ക്രാഫ്റ്റ് പേപ്പറാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ ആ ഗ്ലൂ തേക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ചെറിയ സ്പേസ് ഇട്ടതിന് ശേഷം ആ പേപ്പറിന് പകുതിയായിട്ട് മടക്കുക. എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ പകുതിക്ക് വെച്ച് പേപ്പർ മടക്കിയെടുത്ത് അതിൽ നമ്മൾ ആ ഗ്ലൂ പുരട്ടി എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളതിനെ മടക്കിയെടുക്കുക. അതിന് വീണ്ടും നമ്മൾ ഒരു സ്കെയിൽ വെച്ച് മടക്കുമെന്ന് പറയുമ്പോൾ അവിടെ ശരിക്കും നമുക്കതിൻ്റെ ചുളിവ് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ സ്കെയിൽ ഇട്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മളതിനെ സ്കെയിൽ മാറ്റിയതിന് ശേഷം എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ആ ഭാഗത്തൂടെ നമ്മൾ ഗ്ലൂ തേച്ച് കൊടുക്കുക, ഓർക്കുക. അങ്ങനെ അത് നമ്മളെടുത്തതിന് ശേഷം അതിനെ നമ്മൾ രണ്ടായിട്ട് മടക്കുക. അപ്പം അവിടെ നമ്മൾ ഏത് ഡിസൈനാണോ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ആ തരത്തിലുള്ള ഡിസൈൻ നമ്മൾ മനസ്സിൽ കണ്ടതിന് ശേഷം അതിനെ നമ്മൾ പേപ്പറിലേക്ക് വരയ്ക്കുക. എന്നിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടും. മാത്രമല്ല സൈഡ് കംപ്ലീറ്റ് പോകാത്ത രീതിയിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ, ഇല്ലെങ്കിൽ നമ്മൾ അവിടെ കൊണ്ട് വിട്ടു പോകുന്നതായിരിക്കും. അപ്പോൾ അത്തരത്തിൽ നമ്മളതിനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ 5 പേപ്പറും നമ്മൾ ഇതേമാതിരി കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ നമ്മൾ ഇപ്പോൾ കാണിച്ച അതേമാതിരി പശ ചേർത്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടത് ഒട്ടിയിരിക്കും. അപ്പം വിടർത്തിയെടുക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ടത് ഒട്ടിയിരിക്കുന്നതായിരിക്കും. അപ്പം അങ്ങനെ ഓരോ പേപ്പറും നമ്മൾ അതിലേക്ക് തന്നെ കയറ്റി വെച്ച് 5 പേപ്പറും നമ്മൾ ഭംഗിയായി ഒട്ടിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മളതിനെ വിടർത്തിയെടുക്കുമ്പോൾ നല്ലൊരു പൂ മാതിരി നമുക്ക് കിട്ടും. അത് കൊള്ളാമെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ തന്നെ നിങ്ങൾക്കും പേപ്പർ എടുത്തിട്ട് സ്വന്തമായിട്ട് തന്നെ ഡിസൈൻ ചെയ്ത് പടം വരയ്ക്കാൻ കഴിയുന്നവരാണെന്നുണ്ടെങ്കിൽ അതേ രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. അങ്ങനെ മാർക്ക് ചെയ്തിട്ട് അതിനെ നമ്മൾ സാവകാശം കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് വിടർത്തി നോക്കുമ്പോൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള നല്ല ഒരു പൂവായിരിക്കും നമുക്ക് കിട്ടുക. ഹായ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ചെറിയ ചെറിയ ഇതുമാതിരിയുള്ള പൂക്കൾ നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും.